ഹലോ മൈ വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾ ഇന്ന് എല്ലാവരോടും മറ്റൊരു മല കയറാൻ പോകുവാണേ. ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് ഞാൻ മലയാറ്റൂർക്ക് പോകുന്നത്, അതും ഇത്രയും അടുത്ത് താമസിച്ചിട്ട്. എനിവേ, ഇന്ന് നമ്മൾ ഫൈനലി മലയാറ്റൂർക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ പൈനാപ്പിളൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇത് വീട്ടിൽ ചെത്തിക്കൊണ്ട് പോയതാണേ. അതിനിടയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ ആണി പോലത്തെ ഒരു സാധനം തുളഞ്ഞേറിയിട്ടുണ്ടായിരുന്നു. ആ സാധനം പിന്നെ നമ്മൾ അടുത്തുള്ളൊരു ടയർ കടയിൽ കൊണ്ട് ശരിയാക്കി കേട്ടോ. ആ ചേട്ടനത് പെട്ടെന്ന് റെഡിയാക്കി തന്നേ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കുറച്ച് കാറ്റടിക്കാനുണ്ടായിരുന്നു വണ്ടിക്ക്. അതൊക്കെ അടിച്ച് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ ഈ ആര്യഭവൻ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. അവിടെ കയറി നമ്മളെല്ലാവരും ഊണ് കഴിച്ചു. ഊണ് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാതെന്നൊന്നും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്ര സ്പെഷ്യലായിട്ട് എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ലായിരുന്നു, എങ്കിലും നല്ല ഊണായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ യാത്ര തുടർന്നു കേട്ടോ. അപ്പം അങ്ങനെ പോകുന്നേക്ക് പിന്നെ ബാക്കി ഇരുന്ന് പൈനാപ്പിളോട് കഴിച്ച് തീർത്തിട്ടാണ് പോയത്. കാരണം നല്ല ചൂടായതുകൊണ്ട് ഇനി അത് വെച്ചിരുന്ന കേടാവും. അതുകൊണ്ട് അതും ഇരുന്ന് കഴിച്ച് തീർത്തിട്ട് നമ്മൾ പതിയെ യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 1:45 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇത് പാർക്ക് ചെയ്യാൻ ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്നാണ് കേട്ടോ മലകയറ്റം തുടങ്ങുന്നത്. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേ 1-ാം സ്ഥലം എത്തത്തുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് പതിയെ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കുരങ്ങന്മാരെയൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നേ. കാരണം ഇതിൻ്റെ 2 സൈഡും വലിയ ഫോറസ്റ്റാണ്, വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുരങ്ങന്മാരെയൊക്കെയാണ് ഫസ്റ്റ് കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു കക്ഷിയെ കാണുന്നുണ്ട്, അത് വീഡിയോ അവസാനം വരെ കാണുമ്പോൾ കാണാവേ. ഈ കുരങ്ങന്മാരാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ടൊക്കെ പോകും. അത് അവരെല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ സൂക്ഷിക്കണമെന്ന്. നമ്മൾ ചെല്ലുമ്പോൾ അത്ര തിരക്ക് കുറവായിരുന്നു, പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം എല്ലാവരും നൈറ്റിലാണ് മല കയറാൻ വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ പോകുന്ന സമയത്ത് ആൾക്കാർ വളരെ കുറവായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഉദ്ദേശിച്ചിട്ട് വന്ന പോലെ ഒരു സംഭവം അല്ല ഇത്. അത്യാവശ്യം നല്ല ടഫാണ് കേട്ടോ ഇത് കയറാനായിട്ട്. അങ്ങനെ ഫൈനലി 1-ാം സ്ഥലത്തെത്തി. 1-ാം സ്ഥലത്തു നിന്ന് അവസാനം 14-ാം സ്ഥലത്തും എത്തി കേട്ടോ നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ അതിലേക്ക് നടന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു പാറ ഉണ്ടായിരുന്നേ. ആ പാറയുടെ മണ്ടയ്ക്ക് കയറിയിരുന്ന കാണാവുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ച് തണുപ്പൊക്കെ കാണുമെന്നായിരുന്നേ. കാരണം നമ്മൾ ഇത്ര ഉയരത്തിലെത്തിയിരിക്കുവാണല്ലോ, അതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ കാണുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്ര തണുപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ആ പാറപ്പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം വിശ്രമിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇത് കാണിക്കുന്നത് ആനകുത്തിപ്പള്ളി എന്നാണ് ഇതിൻ്റെ പേര്. കാരണം പണ്ട് ഇത് ആദ്യമായിട്ട് ഇവിടെ സ്ഥാപിച്ച കപ്പേളയായിരുന്നു. ആ സമയത്ത് ഈ ഏരിയ ഭയങ്കര വന്യമൃഗങ്ങളൊക്കെ ഉള്ള വലിയൊരു ഫോറസ്റ്റ് ആയിരുന്ന സമയത്ത് ആനകളുടെ ആക്രമണം ഈ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആനകളുടെ കൊമ്പൊക്കെ പതിഞ്ഞ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും അവരത് നശിപ്പിക്കാതെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്, ചില്ലക്കിയിട്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ട് അവിടേക്ക് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ പോയി. മെഴുകുതിരിയൊക്കെ കത്തിച്ച് കുറച്ച് നേരം പരിസരത്തോടെയൊക്കെ നടന്നപ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് കൊണ്ടുവന്നിട്ടുള്ള കുരിശുകളൊക്കെ ഇങ്ങനെ അവിടെ ചാരി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. വലിയ കുരിശുകൾ, ചെറിയ കുരിശും വലിയ കുരിശും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ 2-3 പേരൊക്കെ ചുമന്നായിരിക്കും കേട്ടോ ഈ വലിയ കുരിശൊക്കെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഓരോ പ്രാർത്ഥനാ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിച്ച് അവരുടെ കാര്യം എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നതായിരിക്കുമേ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു അത്ഭുത ഉറവ കാണാനായിട്ടായിരുന്നു കേട്ടോ പോയത്. ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് പണിതിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമായിരുന്നേ. അപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇത്. കുരങ്ങന്മാരാണ് അവിടെയും ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കോരി മുഖമൊക്കെ കഴുകി കുറച്ച് നേരം അവിടുത്തെ വ്യൂ ഒക്കെ നോക്കി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പള്ളിയിൽ കയറി അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. എനിക്ക് കയറിയതിനേക്കഴിഞ്ഞും കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഇറങ്ങാനായിരുന്നു. കാരണം മുന്നോട്ടൊരു ആയം വരുന്നതുകൊണ്ട് വീണു പോകുമോ എന്നൊരു പേടിയായിരുന്നേ. അങ്ങനെ ഫൈനലി നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു കക്ഷിനെ കണ്ടു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആളെ. ഇതൊരു മലയണ്ണാനാണ് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാനും ഓടിപ്പോയി വീഡിയോ ഒക്കെ എടുത്തതാണേ. അങ്ങനെ ഇതിൻ്റെ വീഡിയോ എടുത്തു.
എല്ലാവരും തന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം അത് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് അടുത്ത മരത്തേലേക്കൊക്കെ ഇങ്ങനെ ചാടി ചാടി കയറിപ്പോയി കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി ഇന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നടന്ന് അവസാനം ഏറ്റവും താഴെ എത്തി. ശരിക്കും അടുത്ത് പോയി കേട്ടോ ഗൈസ്. നമ്മൾ 5 മണിക്കാണ് മല ഇറങ്ങാൻ തുടങ്ങിയത്. താഴെ എത്തിയത് ഏകദേശം ഒരു 6:15 ആയപ്പോഴാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നേർച്ച പായസം വാങ്ങിക്കാനായിരുന്നു കേട്ടോ. അതും വാങ്ങിച്ച് പോയി ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചിട്ട് നമ്മൾ പോരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയായിരുന്നു. കാരണം എൻ്റെ ക്രാബ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ നോക്കി. ഈ ഒരു കമ്മൽ കണ്ടു, നല്ല ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. പക്ഷേ ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചു. നൊസ്റ്റ് അടിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോരുമായിരുന്നു. പോരുന്ന വഴിക്ക് ഈ ഒരു സ്ഥലം കണ്ടത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ നോക്കി നിൽക്കാനായിട്ട്. നല്ല ശാന്തമായിട്ടിരിക്കുന്നു. പിന്നെ അവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പൊന്നും അവിടെ ഇല്ലായിരുന്നു. ആരും ഇല്ലായിരുന്നു കേട്ടോ. സർവീസ് ഒന്നും നടത്തുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അതും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുവാണ്. പിന്നെ ഒരിടത്തും നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു 8-8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ ശരി, ബായ്.